ഞാൻ മീൻ മുളകിട്ട കറി ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക, നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇത് വഴന്ന് വരുമ്പോൾ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി. ചെറിയ മത്തി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ മുളക് കറി വെക്കാൻ പോകുന്നത്. അയിലമീൻ പൊരിക്കാനുള്ളതാണ്. അല്പം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് മെല്ലെ മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 2-3 തക്കാളിയും കൂടെ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെക്കാനുള്ള മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടാകും. അപ്പം നമുക്കതൊന്ന് നോക്കാം. അപ്പം ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെയ്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ വേവിച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് പുളി ഒഴിക്കാനായിട്ട്. നാരങ്ങ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിള വരും. നല്ലപോലെ തിളച്ച് ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ട് വേണം നമുക്കിതിലേക്ക് ഈ ഒരു മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. മീനിട്ട് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇതൊന്ന് തിളക്കും. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നമ്മുടെ ഇഷ്ടാനുസരണം എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ മസാല കൂട്ടി വെച്ച ആ ഒരു മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് കുറേ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചട്ടീൻ്റെ അടിയിൽ ഇത് പിടിക്കില്ല കേട്ടോ, ഒട്ടി പിടിക്കില്ല. പിന്നെ അതുപോലെ ഇങ്ങനെ പീസ് പീസായിട്ട് പോരൂല. പിന്നെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കൂടാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കറി വേകുന്നതിന് ഏകദേശം ഒപ്പം തന്നെ നമ്മുടെ മീനും ഇവിടെ ഫ്രൈ ആകും. കാരണം ആ ഒരു ടൈം ഒക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ ഇത് നല്ലപോലെ വെന്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മുളക് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ച ടൈമിലൊക്കെ അതുപോലെ കുറച്ച് കറി നല്ല ഫ്രൈ ആയിട്ടുള്ള മീനും കൂടെ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു പറ ചോറ് തിന്നാന്ന് പറയുന്നത് പോലാണ്. എത്ര വൈകിയാലും വേണ്ടിയില്ല, ഇതൊക്കെ കിട്ടിയിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. മീനുണ്ടെങ്കിൽ പിന്നെ ഞാൻ എത്ര വൈകിട്ടായാലും കുഴപ്പമില്ല, ഇതൊക്കെ വെച്ച് അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോറുണ്ണാറ്. എന്നാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. ഇതൊരു രീതിയാണ്. ഇതുപോലെ നമുക്ക് പലതരത്തിലും നമുക്ക് മീൻകറി വെക്കാൻ പറ്റും കേട്ടോ. കുടംപുളി ഇട്ടിട്ടും അല്ലാതെയും വെറും തക്കാളി, ഉള്ളി ഇട്ടിട്ടും ഇതുപോലെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ അതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മുളക് കറിയാണ് കേട്ടോ. നല്ലപോലെ നമ്മുടെ സാധാ നാടൻ പുളിയൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചക്കും രാത്രിയിലൊക്കെ ചോറ് കഴിക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.